ചാപ്റ്റർ 4 ഇൻഡിറ്റർമിനേറ്റ്സ് ഫോംസ്. നമ്മളിങ്ങനെ ഒരു ചാപ്റ്ററിൽ ലോപ്പിത്താൾ റൂൾ എന്ന് പറയുന്ന ഒരു റൂളാണ്. അതായത് ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്ന ചില ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോപ്പിത്താൾ റൂൾ എന്ന് പറയുന്ന ഒരു റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഫസ്റ്റത്തെ റൂൾ എന്ന് പറയുന്നത് ലോപ്പിത്താൾ റൂൾ. അതിൻ്റെ പ്രിലിമിനറി വേർഷനാണ് നമ്മൾ പറയുന്നത്. Let f and g be differentiable in an open interval containing the real number x0. Suppose that f of x0 is equal to g of x0 is equal to 0. If g dash of x0 not is equal to 0, then limit extending to x0 f of x divided by g of x is equal to f dash of x0 divided by g dash of x0. ഓക്കെ, അപ്പോൾ എന്താണ് ലോപ്പിത്താൾ റൂൾ പ്രൈമറി വേർഷൻ പറഞ്ഞത്? എഫും ജിയും ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഓപ്പൺ ഇൻ്റർവെല്ലിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പോയിൻ്റ് ആണ് x0 എന്ന് പറയുന്ന പോയിൻ്റ്. അതിലെങ്ങനെയാണ് എഫ് ഓഫ് x0 ജി ഓഫ് x0 0 ആണ്. പക്ഷെ എന്തല്ല, ജി ഡാഷ് ഓഫ് x0 വിച്ച് ഈസ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ then limit extending to x0 f of x divided by g of x is equal to f dash of x0 divided by g dash of x0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ലോപ്പിത്താൾ റൂൾ തന്നെ. അതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ നമ്മൾ രണ്ട് കൺക്ലൂഷനും കൂടി വെച്ചിട്ട് പറയുന്നുണ്ട്. ഇതാണ് തിയറം 2 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ലോപ്പിത്താൾ റൂള് ഫൈനൽ വേർഷൻ. Let f and g be differentiable on an open interval containing a real number x0. അതായത് എഫ് ജി എന്ന് പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് ഡിഫറൻഷ്യബിൾ ഫങ്ഷനാണ്. അതെന്ന് പറയുന്നത് x0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ എന്താണ്, ഡിഫറൻഷ്യബിളുമാണ്. എക്സെപ്റ്റ് പെർഹാപ്സ് അറ്റ് x0 ഇറ്റ്സെൽഫ്, x0ൽ ഒഴികെ എന്ന് പറയുന്നത്. അസ്യൂം ദാറ്റ് g of x0 is equal to 0 and g dash of x which is not is equal to 0 for all x in the interval about x0 and x0 is equal to 0. f and g are continuous at x0 with f of x0 is equal to g of x0. അങ്ങനെയാണെങ്കിൽ എൻ്റെ നമുക്കൊരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്ത് പറയുന്നത്? തേർഡ് വൺ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 f dash of x divided by g dash of x which is equal to L. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 f of x divided by g of x which is equal to L എന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ആ വേർഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ നമ്മൾ എല്ലാതും കൂടിയും കൺക്ലൂഷനായിട്ട് നമ്മൾ എന്താണ് ലോപ്പിത്താൾ റൂൾ എന്ന് പറഞ്ഞ് സമ്മറൈസ് ചെയ്തിട്ട് ഏതാണ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 f of x divided by g of x. അതായത് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 f of x divided by g of x എന്ന് പറയുന്ന ഒരു ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് where both the limit extending to x0 f of x and limit extending to x0 g of x are both 0 or both infinite, differentiable in the numerator and denominator, and take the limit of the new fraction. Repeat the process as many times necessary, checking each time that a L'Hopital rule if limit extending to x0 f of x is equal to limit extending to x0 g of x is equal to 0 or each is plus or minus infinity, then limit extending to x0 f of x divided by g of x which is equal to f dash of x0 divided by g dash of x0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് എക്സ് എന്ന് പറയണം, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിക്വൽ ടു 0 ആയിരിക്കും, ജി ഓഫ് എക്സ് സിക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതും? 0/0 എന്നൊക്കെ വരുന്ന തരത്തിൽ നമ്മൾ എഴുതും. അങ്ങനെ വരുന്ന സമയത്താണ് ലോപ്പിത്താൾ റൂൾ ഈ ഒരു റിസൾട്ട് ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു, സാധാരണ നമ്മളിങ്ങനെ തന്നു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതാറ്? അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇതേമാതിരി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 0 ആവുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 ജി ഓഫ് എക്സും 0 ആയി കഴിഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ആ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് എഫ് ഡാഷ് ഓഫ് x0 ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് x0 എന്ന് പറയുന്ന റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് 0/0 ഫോം ആവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആവാം. പിന്നെ നമ്മൾ 1-2 ഫോം കൂടി പറയുന്നുണ്ട്.
വരുന്നതിൽ നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോപ്പിത്താൾ റൂൾ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് ലോപ്പിത്താൾ റൂൾ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, കൺക്ലൂഷൻ പഠിക്കുക, ഫൈനൽ വേർഷനും പഠിക്കുക, പ്രിലിമിനറി വേർഷനും പഠിക്കുക. ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാ. ലോപ്പിത്താൾ റൂൾ എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സമ്മറൈസ് ചെയ്ത പോർഷൻ എഴുതാം. അല്ല ഫൈനൽ വേർഷനാണ് ചോദിച്ചെങ്കിൽ അതേതാ. അല്ലെങ്കിൽ പ്രൈമറി വേർഷനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിലിമിനറി വേർഷനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴാണ് ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ പ്രോബ്ലം 1, ഇവാലുവേറ്റ് ഫോർ ദ ഫോളോയിങ് ലിമിറ്റ്. നമ്മളോട് ഈ ഒരു ലിമിറ്റ് ഫോളോയിങ് ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് വൺ എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ln x എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ln x. നമ്മൾ ഡയറക്റ്റ്ലി എക്സിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ln 1 എന്ന് വരും അല്ലേ. 1 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 ബൈ ln 1. ln 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0. അപ്പോൾ 0 ബൈ 0 എന്ന് പറയുന്ന ഫോം വന്നു അല്ലേ. അപ്പോൾ ഈ 0 ബൈ 0 എന്ന് പറയുന്ന ഫോം വരുമ്പോൾ നമുക്ക് എന്താ ഇനി അപ്ലൈ ചെയ്യേണ്ടത്, ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യുക. ലോപ്പിത്താൾ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അപ്ലൈ ചെയ്യേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എങ്ങനെ എഴുതണം, നമ്മൾ എക്സ്റ്റെൻഡിങ് ടു 1 മുകളിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഇതാണ് 1 മൈനസ് എക്സ്, അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് മുകളിൽ എഴുതുക. താഴെ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാണ്, ln x, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 1 മൈനസ് എക്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ അല്ലേ. 1 മൈനസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, -1 എന്ന് കിട്ടും. ഡി ബൈ ഡി എക്സ് ഓഫ് ln x എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, നമുക്ക് 1 ബൈ എക്സ്. നമുക്ക് റിസൾട്ട് ഉള്ളതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് ln x വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്ന് നമുക്ക് ഉള്ളത്. അപ്പോൾ ആ റിസൾട്ട് പ്രകാരം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 1 ബൈ എക്സ് എന്ന് എഴുതി അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെയാണ് -1 ബൈ 1 ബൈ എക്സ് എന്നാണ്. ഇപ്പോൾ ഈ താഴെ കിടക്കുന്ന എങ്ങനെ വരും, മുകളിലേക്ക് വരും, -1 ഇൻറ്റു എക്സ് എന്ന് വരും. അതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, മൈനസ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എക്സ് എന്ന് കിട്ടും. എക്സിന് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, -1 എന്ന് കിട്ടി. അവിടെ ആ പ്രോസസ്സ് നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0 ബൈ 0 എന്നാണ് വീണ്ടും കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ന്യൂമറേറ്ററിലുള്ള അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതേമാതിരി തന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ലോപ്പിത്താൾ റൂൾ. ഇത്ര കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ln x ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ എക്സിന് 1 എന്ന് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 0 ബൈ 0 ഫോം കിട്ടും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തത്തിൽ ന്യൂമറേറ്ററിലുള്ളതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് താഴെ ഡിനോമിനേറ്ററിലുള്ളതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇത് അപ്പോൾ ഇങ്ങനെ വന്നു. എന്നിട്ട് നമ്മൾ അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അല്ല എഗെയിൻ നമുക്ക് 0 ബൈ 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇനി ഇങ്ങനെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് എഴുതി പോകണം. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താ തന്നിട്ടുള്ള, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 x മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി അത് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു x0 x മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് 0 മൈനസ് എന്താ വരിക, സൈൻ 0 ഡിവൈഡഡ് ബൈ 0 ക്യൂബ് എന്ന് വരും അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 0 മൈനസ് സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ഡിവൈഡഡ് ബൈ 0 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 ബൈ 0 ഫോം അല്ലേ. അപ്പോൾ 0 ബൈ 0 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യണം. ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുകളിൽ കിടക്കണ എക്സ് മൈനസ് സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് മൈനസ് സൈൻ എക്സിനെ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് സൈൻ എക്സ് ചെയ്യുക അല്ലേ. അപ്പോൾ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, കോസ് എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ എക്സ് ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് ക്യൂബിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ്. അതായത് ഫോർമുല ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പവർ എൻ എന്ന് പറയുന്ന ഫോർമുല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് എന്താ, എൻ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 എന്ന് പറയുന്ന റിസൾട്ട് അല്ലേ. അത് അപ്ലൈ ചെയ്ത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3x² എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇനി വീണ്ടും നമ്മളിതിൽ എന്ത് ചെയ്യുകയാണ്, എക്സിന് 0 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 1 മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 0² എന്ന് വരും അല്ലേ. കോസ് 0ൻ്റെ വാല്യൂ എന്താ, 1 അല്ലേ. അപ്പോൾ 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ
3 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക 0 തന്നെ വരും. വിച്ച് ഇസ് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക 0/0 എന്ന് പറയും അല്ലേ. എഗെയിൻ ഇതെന്താണ് 0/0 ഫോമിൽ, വീണ്ടും ഇതെന്ത് ഫോമിൽ വന്നു 0/0 ഫോമിൽ വന്നു. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതേമാതിരി തന്നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ന്യൂമറേറ്ററിനെ കിടക്കുന്നതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്താ, കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ 0 അല്ലേ. ഇപ്പോൾ 0 മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ മൈനസ് കോസ് എക്സ്, മൈനസ് ഉണ്ട്. കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മൈനസ് സൈൻ എക്സ്. സോ മൈനസ്, അതായത് ഇങ്ങനെയാണ് ഇവിടെ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ മൈനസ് കൂടി എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും സൈൻ എക്സ് എന്ന് വരും. അതാണ് ഇവിടെ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സൈൻ എക്സ് എന്ന് എഴുതിയിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താ വരിക 3x² എന്ന് പറയുന്നതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും വീണ്ടും 3 ഇൻറ്റു x²നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു x⁻2 - 1 എന്ന് വരും. സോ നമുക്കത് എന്ത് വരും 6x എന്ന് വന്നു അല്ലേ. നമുക്ക് എന്താ കിട്ടി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 6x എന്ന് വന്നു. ഇനി ഡയറക്റ്റ്ലി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക എക്സിനെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരും സൈൻ 0 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 0 എന്ന് പറയും. സൈൻ 0 പറഞ്ഞാൽ എന്താ 0 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. എഗെയിൻ വീണ്ടും നമുക്ക് എന്ത് വന്നു 0/0 ഫോം വന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ലോപ്പിത്താൾ റൂൾ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക. ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ നമുക്ക് കിട്ടുക കോസ് എക്സ് എന്ന് കിട്ടും. 6xനെ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 6xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, അതായത് 6 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക എക്സിന് 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും കോസ് 0 അല്ലേ, അതെന്ത് വരും കോസ് 0 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 6 താഴെ നമുക്ക് എന്താണ് 6 എന്ന് പറയും. ദെർഫോർ വി ഗെറ്റ് 1/6 എന്ന് കിട്ടി അല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ഒരു ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ലോപ്പിത്താൾ റൂൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ പ്രോബ്ലം ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്. വീണ്ടും നമ്മളോട് ഈ ലിമിറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് x² എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുകയാണ് എക്സിന് 0 കൊടുക്കുമ്പോൾ സമയത്ത് എന്ത് വരും 1 മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ 0 പ്ലസ് 0² എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 0 പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 0 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0/0 ഫോം അല്ലേ. അപ്പോൾ 0/0 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 1 മൈനസ് കോസ് എക്സിനെ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത് 1 മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 1 മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ 0 മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ പറയുക മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് കൂടി എന്തായിട്ട് മാറും പ്ലസ് ആയിട്ട് വരും. സോ പ്ലസ് സൈൻ എക്സ് എന്ന് വരും. താഴെ എക്സ് പ്ലസ് x² എന്ന് പറയും. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 കിട്ടും. x²നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും 2 ഇൻറ്റു x⁻2 - 1 എന്ന് വരും. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും 2x എന്ന് വരും. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി മുന്നേ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി വീണ്ടും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 + 2x എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും സൈൻ 0 ഡിവൈഡഡ് ബൈ 1 + 2x 2 ഇൻറ്റു 0 എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും നമുക്ക് സൈൻ 0 പറഞ്ഞാൽ എന്താ 0 തന്നെ 0 ഡിവൈഡഡ് ബൈ 1 + 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 0/1 എന്ന് കിട്ടി. ഇവിടെ 0/1 എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു നമ്പറിനെയും നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ 0/1 എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണ്. 0/1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ നമുക്ക് കിട്ടുക 0 തന്നെ കിട്ടുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ കിട്ടി 0 കിട്ടി അല്ലേ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ x² എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും ഇതിൽ ലിമിറ്റ് എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരിക സൈൻ 0 ഡിവൈഡഡ് ബൈ 0² എന്ന് വരും അല്ലേ. സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 0 ഡിവൈഡഡ് ബൈ 0. അപ്പോൾ വീണ്ടും എന്ത് വന്നു 0/0 ഫോം വന്നു. ദെർഫോർ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യണം. ലോപ്പിത്താൾ റൂൾ അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ എന്താണ് ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതി വയ്ക്കാം അല്ലേ. അപ്പോൾ എന്തൊരു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് ന്യൂമറേറ്ററിനെ സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക കോസ് എക്സ് ഡിവൈഡഡ് ബൈ x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക 2x എന്ന് വരും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരും കോസ് 0 അടുത്തത് അതായത് 0 എന്ന് അതായത് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും കോസ് 0 ഡിവൈഡഡ് ബൈ
2 ഇൻറ്റു 0 എന്ന് വരും അല്ലേ. കോസ് 0 എന്ന് പറയുന്നത് എത്ര 1/0 എന്ന് വരും. 1/0 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അറിയാതെ ഇൻഫിനിറ്റി. 1നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഇൻഫിനിറ്റി കിട്ടും. ദെർഫോർ വി ക്യാൻ റൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ദെർഫോർ വി ക്യാൻ സേ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x മൈനസ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ് എക്സിന് 0 കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് 0 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക 0/0 എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ബോത്ത് ന്യൂമറേറ്ററിലുള്ളതിനെയും അതേമാതിരി തന്നെ ഡിനോമിനേറ്ററിനുള്ളതിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും d/dx ഓഫ് sin x മൈനസ് എക്സ് എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു d/dx ഓഫ് sin x മൈനസ് d/dx ഓഫ് എക്സ് എന്ന് വരും. sin എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് cos x എന്ന് കിട്ടും. അതുമാതിരി തന്നെ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. സോ ന്യൂമറേറ്ററിൽ എന്ത് വന്നു നമുക്ക് cos x മൈനസ് 1 എന്ന് കിട്ടും. ഇനി അതേമാതിരി ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം d/dx ഓഫ് tan x മൈനസ് x which is equal to d/dx of tan x മൈനസ് d/dx ഓഫ് എക്സ് എന്ന് പറയും. d/dx ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 6² x, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 6² x മൈനസ് d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരും 1 എന്ന് വരും. ദെർഫോർ വി ക്യാൻ ഗെറ്റ് ഇൻ ദ ഡിനോമിനേറ്റർ 6² x മൈനസ് 1 അല്ലേ. ഇൻ ദ ഡിനോമിനേറ്ററിൽ നമുക്ക് 6² x മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി cos x മൈനസ് 1 ഡിവൈഡഡ് ബൈ 6² x മൈനസ് 1 എന്ന് പറയുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. cos 0 എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1. ഇപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ മുകളിൽ ന്യൂമറേറ്ററിൽ 0 ആയിട്ട് മാറി. 6² എക്സിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും 6² എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും 1/6² എക്സിനെ 1/cos x ഹോൾ സ്ക്വയർ എന്ന് പറയും അല്ലേ. ഇപ്പോൾ 1/cos 0 എന്ന് പറയുമ്പോൾ 1/1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1² മൈനസ് 1. ഇപ്പോൾ 1 മൈനസ് 1 എന്ന് തന്നെ വരും അല്ലേ. ഇപ്പോൾ മുകളിലും താഴെ നമുക്ക് എന്ത് വന്നു 0/0 എന്ന് പറയുന്ന ഫോം വന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക എലോപിത്താൽ റൂൾ അപ്ലൈ ചെയ്യുക. എലോപിത്താൽ റൂൾ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബോത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ d/dx ഓഫ് cos x ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എഴുതുക d/dx ഓഫ് cos x മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു d/dx ഓഫ് cos x മൈനസ് d/dx ഓഫ് 1. cos xനെ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് sin x എന്ന് കിട്ടും. 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 എന്താ കോൺസ്റ്റൻ്റ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. 6² എക്സിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 6² എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6² x മൈനസ് 1 എന്ന് പറയും അല്ലേ. ഡിനോമിനേറ്റർ ചെയ്യാൻ d/dx ഓഫ് നമുക്ക് എന്ത് വരും 6² x മൈനസ് 1 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിതിനെ d/dx ഓഫ് എങ്ങനെ എഴുതാൻ പറ്റും 6² x മൈനസ് d/dx ഓഫ് 1. d/dx ഓഫ് 1 എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആയിട്ട് മാറും. ഇനി d/dx ഓഫ് 6² x അതിന് നമ്മൾ x പവർ n ആദ്യം അപ്ലൈ ചെയ്യണം. x പവർ n അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 ഇൻറ്റു എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തും സീക്ക് എക്സ് എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ഈ സീക്ക് എക്സിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. d/dx ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് വരും. ഓക്കെ, ഇവിടെ 2 തവണ സീക്ക് എക്സ് ഉണ്ട്. അപ്പോൾ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും 6² x ഇൻറ്റു ടാൻ എക്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2 6² x ഇൻറ്റു ടാൻ എക്സ് എന്ന് നമുക്ക് എഴുതിയിട്ടുള്ളത്. ഒന്നുമില്ല, നമുക്ക് d/dx ഓഫ് 6² x ആയിരുന്നു. ഇപ്പോൾ സീക്കിന് പകരം നമ്മൾ ഒരു എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x² അല്ലേ. അപ്പോൾ x² ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ 2x എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അതേമാതിരി നമ്മളിവിടെ എന്ത് ചെയ്തു ഇവിടെ എക്സിന് പകരം സീക്ക് എക്സ് ആണ്. അപ്പോൾ 2 sec x എന്ന് എഴുതി. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ളതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ d/dx ഓഫ് സീക്ക് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് മൈനസ് sin x ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് വരും. ഇനി ഇതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് എക്സിന് 0 കൊടുക്കണ 0 എന്ന് പറയുന്നത് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് എന്ത് വരും 0 വരും. എഗെയിൻ ഇറ്റ് ഈസ് ഓഫ് വിച്ച് ഈസ് ഓഫ് ദ ഫോം 0/0. സോ നമ്മൾ എന്ത് ചെയ്യുക ഇനി വീണ്ടും ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും d/dx ഓഫ് മൈനസ് sin x വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് d/dx ഓഫ് sin x എന്ന് എഴുതാൻ പറ്റും വിച്ച് ഈസ് ഈക്വൽ ടു
മൈനസ് കോസ് എക്സ് എന്ന് വരും. ഓക്കെ, അങ്ങനെ. ഇനി ഡിനോമിനേറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് 2 sec² ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇനി അതിനെ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഏതാണ്? സീക്ക് എക്സ്. സെക്കൻഡത്തെ sec²x. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ടാൻ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അത് ഞാൻ സെപ്പറേറ്റ്ലി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഡി ബൈ ഡി എക്സ് ഓഫ് 2sec² ഇൻറ്റു ടാൻ എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? 2sec² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ടാൻ എക്സ് പ്ലസ് ഡി ഇനി സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ എന്ത് വരും നമുക്ക്? ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെ 2 ഉണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് sec² എന്ന് നമുക്ക് വരും, അല്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 2sec² ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് വീണ്ടും sec² പ്ലസ് 2 ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് sec². നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ 2 ഇൻറ്റു sec ഇൻറ്റു sec വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? sec ഇൻറ്റു ടാൻ എക്സ് എന്ന് വരും, അല്ലേ? അപ്പോൾ ഇവിടെ sec² ഇൻറ്റു sec² എന്ന് പറയുമ്പോൾ എത്രയായിട്ടും നമുക്ക് എന്ത് വരും? sec⁴ എന്ന് വരും. അതാണ് 2sec⁴x എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 ടാൻ എക്സ് ഇൻറ്റു 2sec ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയും. ഇപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു 4 വരും. sec ഇൻറ്റു sec എന്ന് പറയുമ്പോൾ sec²x, ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുമ്പോൾ tan²x. അതിനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 4sec² ഇൻറ്റു tan² എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിലുള്ളത് കിട്ടിയത് എന്താണ്? ഇങ്ങനെ കിട്ടി 4sec² ഇൻറ്റു tan² പ്ലസ് 2sec⁴x ഇറ്റ് ഈസ് ഈക്വൽ ടു -1/2 എന്ന് നമുക്ക് കിട്ടി. ഇതുവരെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? എക്സിന് 0 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? cos 0 മൈനസ് cos 0 മുകളിൽ മൈനസ് cos 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 വരും. അപ്പോൾ മുകളിലുള്ളത് നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? tan 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അതുകൊണ്ട് ഈ ടേമിൻ്റെ സം എന്ന് പറയുന്നത് ഫുള്ള് 0 ആയിട്ട് മാറും. ദെൻ 2sec² 2sec² എന്ന് വരും. 2sec² എന്ന് ഈ ടേമിൻ്റെ 0 ആയിട്ട് വരും. പിന്നെ ഇനി നമ്മളിതിലാണ് 0 കൊടുക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു sec⁴ 0 എന്ന് വരും. അതിന് നമുക്ക് 2 ഇൻറ്റു sec⁴ ഓൾ പവർ 4 എന്ന് വരും. അതിനെ നമുക്ക് 2 ഇൻറ്റു sec-നെ 1/cos 0 ഓൾ പവർ 4 എന്ന് എഴുതാൻ പറ്റും. സോ 2 ഇൻറ്റു 1/cos 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ഓൾ പവർ 4. സോ 2 ഇൻറ്റു 1 എന്ന് വരും. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -1/2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് -1/2 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തൊരു പ്രോബ്ലം, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു π/4 sec²x മൈനസ് 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos 4x എന്ന് പറയുന്നത്, അല്ലേ? ഇതിൽ നമ്മൾ ഓരോന്നിനും വാല്യൂസ് കൊടുക്കുമ്പോൾ π/4 വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുകയാണ്? 0/0 എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടുന്നത് നോക്കാം. sec²x എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിനെ നമുക്ക് π/4 ഹോൾ സ്ക്വയർ. നമ്മുടെ എന്താണ്? എക്സ് എവിടേക്കാണ് പോകുന്നത്? π/4 പോകണം. അപ്പോൾ sec⁴ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു tan π/4 വോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos 4 ഇൻറ്റു π/4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി sec⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sec⁴ വാല്യൂ എന്ന് പറയുന്നത് √2 ആണ്. ഇപ്പോൾ √2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു tan π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 1. ഇപ്പോൾ 1 വോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos 4 ഇൻറ്റു π/4. ഇപ്പോൾ ഈ 4 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ cos π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 എന്നാണ് വരിക, അല്ലേ?
ഇപ്പം ഇനി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2 വോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയുക 0/0 എന്ന് കിട്ടും. അങ്ങനെയാണ് അതെന്ന് പറയുന്നത് 0/0 എന്ന് പറയുന്ന ഫോമിലാണെന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 6 സ്ക്വയർ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, 2 sec x ഇൻറ്റു sec എക്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sec x ഇൻറ്റു tan x എന്ന് വരും. അപ്പോൾ അത് 2 sec സ്ക്വയർ എക്സ് ഇൻറ്റു tan x എന്ന് വരും. പിന്നെ 2 tan x, 2നെ നിർത്തി tan എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 സ്ക്വയർ എക്സ്, അതാണ് 2 sec സ്ക്വയർ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 1, ഡിനോമിനേറ്റർ ഏതാണ്, 1 പ്ലസ് cos 4x. 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, cos 4xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് സൈൻ 4x ഇൻറ്റു 4xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 4 കൂടി നമുക്കവിടെ കിട്ടും. അങ്ങനെയാണ് മൈനസ് സൈൻ 4x എന്ന് നമുക്കവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കുക, ഇതിലൊരു 6 സ്ക്വയർ എക്സ് കോമൺ ആണ്, ഈ ഒരു ടേമിലും 6 സ്ക്വയർ എക്സ് കോമൺ ആണ്. സോ ആ 6 സ്ക്വയർ എക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തേക്ക്, ഒരു മിനിറ്റ്, അതിന് മുന്നേ നമുക്കിവിടെ നോക്കാം. 2 sec സ്ക്വയർ എക്സും ഇവിടെ 2 sec സ്ക്വയർ എക്സും ഉണ്ട്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 sec സ്ക്വയർ എക്സ് ഇൻറ്റു നമുക്ക് എന്തുവരും, tan x മൈനസ് 1 വോൾ ഡിവൈഡഡ് ബൈ മൈനസ് 4 സൈൻ 4x എന്ന് വരും. ഇപ്പോൾ 2ഉം ഈ 4 ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയിരിക്കുന്നത്. 6 സ്ക്വയർ എക്സ് ഇൻറ്റു tan x മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 സൈൻ 4x എന്ന്. വീണ്ടും നമ്മൾ എന്ത് അറിയാൻ, tan 0 എന്ന് പറയുന്നത് എന്തായാലും 1. ഇപ്പോൾ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 വരും. ഇപ്പോൾ മുകളിൽ ന്യൂമറേറ്റർ 0 വരും. പിന്നെ സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0 ആണ്. സോ 0/0 എന്ന് പറയുന്ന ഫോം വന്നു. അപ്പോൾ വീണ്ടും നമ്മളിനി എന്താ ചെയ്യുക, വീണ്ടും ന്യൂമറേറ്ററിനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതേമാതിരി തന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ന്യൂമറേറ്ററിന് ഇവിടെ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ കൊടുക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ, sec സ്ക്വയർ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, tan x മൈനസ് 1. ഇപ്പോൾ sec x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് d/dx ഓഫ് tan x മൈനസ് 1. അത് ചെയ്യുമ്പോൾ എന്താ, d/dx ഓഫ് tan x എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ എക്സ് മൈനസ് d/dx ഓഫ് 1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, സീറോസ് അങ്ങനെ പോകും. സോ 6 സ്ക്വയർ എക്സ് ഇൻറ്റു 6 സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 6 സ്ക്വയർ എക്സ്. ഞാൻ 6 സ്ക്വയർ എക്സിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന് തൊട്ട് മുന്നേ പറഞ്ഞാണ്. സോ അതുമാതിരി നമുക്ക് എന്ത് വരും, 6 സ്ക്വയർ എക്സ് ഇൻറ്റു tan x വോൾ ഡിവൈഡഡ് ബൈ താഴത്തല്ല മൈനസ് 2 സൈൻ 4x എന്ന് വരും. അപ്പം മൈനസ് 2 ഇൻറ്റു സൈൻ 4x ചെയ്യുമ്പോൾ cos 4 എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos 4x ഇൻറ്റു 4xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8 വരും. സോ മൈനസ് 8 cos 4x എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 6 സ്ക്വയർ എക്സ് ഇൻറ്റു 6 സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്ത് തരാം, 6 സ്ക്വയർ 4x എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ 6 സ്ക്വയർ എക്സ് ഇൻറ്റു 6 സ്ക്വയർ എക്സിനെ 6 സ്ക്വയർ റേസ് ടു 4x എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സിക്ക് π/4 എന്ന് പറയുമ്പോൾ √2 ആണ്. ഇപ്പോൾ √2 ഓൾ പവർ, അതായത് ഇവിടെ ബ്രാക്കറ്റ് ഇപ്പുറത്താണ്, √2 ഓൾ പവർ 4 എന്ന് വരും. പ്ലസ് ഇവിടെ tan π/4 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 വരും. പിന്നെ പ്രൊഡക്റ്റ് മൊത്തത്തിൽ 0 വരും. -0 വോൾ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു cos 4 ഇൻറ്റു π/4 എന്ന് വരും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ cos π എന്ന് പറയുന്നത് -1 ആണ്. സോ നമുക്ക് എന്താ പറയുക, -8 ഇൻറ്റു -1 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു, √2 ഓൾ പവർ 4 എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 ഓൾ പവർ 4 എന്ന് പറഞ്ഞാൽ എന്താ, √2 ഇൻറ്റു √2 ഇൻറ്റു √2 ഇൻറ്റു √2 എന്ന് പറയുന്നത്. √2 ഇൻറ്റു √2 പറഞ്ഞാൽ 2, പിന്നെ √2 ഇൻറ്റു √2 പറയുമ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 വോൾ ഡിവൈഡഡ് ബൈ -8 ഇൻറ്റു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 8 വരും. അപ്പോൾ 4/8 അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. ഓക്കെ, അത്രയാണ് ആ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇവിടെ ആകെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ, ഇതിലാകെ ചുരുക്കിയിട്ട് മാത്രമാണ് സ്റ്റെപ്പുകളുള്ളൂ. അപ്പോൾ ഞാൻ ആ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ ഒരുപാട് വൃത്തിക്ക് പറഞ്ഞു തന്നാണ്. ഡിഫറൻസിയേഷൻ്റെ റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ ചെയ്യുക എന്നുള്ളത് വൃത്തിക്ക് പഠിക്കുക. നോട്ട് എഴുതുമ്പോഴും അങ്ങനെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് d/dx ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ എഴുതി എങ്ങനെയാണോ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാറ് അതേമാതിരി തന്നെ എഴുതി എലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതുക തന്നെ വേണം. ഓക്കെ.